ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 3 മുതൽ മാർച്ച് 9 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിഹാര നിർദ്ദേശങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളാണ്. ക്ഷേത്ര ദർശനം, കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ ചില വഴിപാടുകൾ, നാമജപാദികൾ. എപ്പോഴും ജപത്തിനാണ് പ്രാധാന്യം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഭക്തി മനസ്സിൽ ഉദിക്കാനായിട്ട് നമുക്ക് ക്ഷേത്ര ദർശനം ആകാം. അവിടെ ഒരു സമർപ്പണത്തിനായി നമുക്കൊരു വഴിപാട് കഴിപ്പിക്കാം. ഇതാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം, സമർപ്പണം എന്നുള്ള കാര്യം അറിയാം. ജപം മുടങ്ങാതെ ചെയ്യുക. എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യാമോ, എത്രത്തോളം ഭക്തിയോടുകൂടി, എത്രത്തോളം സമർപ്പണത്തോടുകൂടി നമുക്ക് ജപിക്കാമോ അത്രത്തോളം ഫലസിദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ഭാരതീയ വിശ്വാസം. ക്ഷേത്ര ദർശനം കൊണ്ട് ദേവതാസ്ഥാന തൃപ്തി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ദേവതയുമായിട്ട് നമുക്കൊരു കോൺടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അത് അത്യാവശ്യമാണ്. ദേവതാസ്ഥാനം എന്ന് പറയുന്ന ഒരു ചൈതന്യ സ്ഥാനമാണ്. അതിനെയാണ് ക്ഷേത്രം എന്ന് നമ്മൾ പറയാറ്. അവിടുന്ന് നമുക്ക് ആ ഒരു കോൺഷ്യസ്നെസ്, ആ ഒരു ബോധവുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കും എന്നുള്ളതാണ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയി. ഈ പ്രോഗ്രാമിൽ ഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് പറയുന്നത്. ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്ന ഈ വിധിക്ക് അല്ല പ്രാധാന്യം, സൂചനകളാണ് പറയുന്നത്. ആ സൂചനകൾ നമുക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുവാനായിട്ട്, കുറേയൊക്കെ നമുക്ക് ദോഷങ്ങൾ കുറയ്ക്കുവാനും ഫലങ്ങൾ അനുകൂലമാക്കുവാനും കഴിയും എന്നുള്ള ഭാരതീയ വിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിയുള്ളവർക്കും ഭാരതീയ ആചാരങ്ങളിൽ വിശ്വാസമുള്ളവർക്കും ക്ഷേത്ര ദർശനത്തിൽ വിശ്വാസമുള്ളവർക്കുമൊക്കെ ഈ പ്രോഗ്രാം അക്സെപ്റ്റബിളായിരിക്കും എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പണ മനോഭാവത്തോടെ അനുഷ്ഠിക്കുക, പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ അനിവാര്യമായി വരും. അതുപോലെ തന്നെ വാസസ്ഥാനം മാറാനുള്ള സാധ്യത ഏറെയാണ്. ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ, കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ജോലിയോ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള സാലറിയോ അല്ലെങ്കിൽ സാലറി അരിയേഴ്സോ, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിന് അല്പം സന്തോഷമുണ്ടാക്കുന്ന ഒരു അനുഭവം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ, അതായത് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ ജോലിക്ക് വേണ്ടി പ്രത്യേകം ശ്രമിക്കുക. തരക്കേടില്ലാത്തൊരു ജോലി തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും അറിഞ്ഞോളുക. വിവാഹത്തിന് തരക്കേടില്ലാത്ത വാരം തന്നെയാണ്. വിവാഹാലോചനകൾ വരാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. പ്രണയകാര്യങ്ങളിൽ ചെറിയ ചില തടസ്സങ്ങളും അവിചാരിതമായിട്ടുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ മൂലം വ്യക്തികൾ തമ്മിൽ ഉള്ള അകൽച്ചയ്ക്കും ഒക്കെ സാധ്യതയുള്ളൊരു വാരമാണ് എന്നുള്ളതുകൊണ്ട് സംയമനത്തോടുകൂടി പെരുമാറുക. അത് ജീവിത പങ്കാളിയായാലും, നമ്മൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളായാലും, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിലുള്ള വ്യക്തികളുമായാലും, അടുത്ത ബന്ധുക്കൾ, ഇവരുമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നിയന്ത്രണമില്ലാത്ത വാക്കുകൾ ഒരുപക്ഷെ അകൽച്ചയ്ക്ക് സാധ്യതയുണ്ടാക്കാം. അങ്ങനെ സാധ്യതയുള്ളൊരു വാരമാണ് ഇത് എന്ന് പ്രത്യേകിച്ച് അറിയാം. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് വരുമാനത്തിലൊരു വർധനവ്, അതായത് ഒരു ബെറ്റർ സെയിൽസ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ദിസ് വീക്ക് എന്നുള്ളതാണ്. കുറച്ചുകൂടെ നല്ല കാര്യങ്ങളൊക്കെ ചിലവാകാനുള്ള ഒരു ഭാഗ്യമുണ്ട്. പുതുവസ്ത്രമോ ആഭരണമോ ഒക്കെ ലഭിക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നു. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ അസ്വസ്ഥത വരാതെ ശ്രദ്ധിക്കണം. അതിനായിട്ട് നാരായണീയ പാരായണം ഉത്തമമാണ്. മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ്റെ അവതാര വർണ്ണനം ഭാഗം ദിവസവും കിഴക്ക് ദർശനമായിട്ട് പാരായണം ചെയ്യുക. മനോനിയന്ത്രണം വരും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലൊക്കെ ഒരു ഊഷ്മളത വരും. സാമ്പത്തികമായിട്ട് അല്പം ഒന്ന് മെച്ചമാകുവാനുള്ള ഒരു അവസ്ഥയും വന്നു ചേരും. ഈ സാമ്പത്തികമായിട്ട് മെച്ചമാകുന്നതിൻ്റെ ഒരു സൂചനയുണ്ടെങ്കിൽ ആ പണം, പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ
കുടുംബത്തിൽ സമാധാനവും സന്തോഷത്തിനുമായിട്ട് ഈ ശ്രീരാമ പ്രീതി വരുത്തുവാനായിട്ട് ഈ പാരായണം ഉത്തമമാണ്. അതായത് നാരായണീയത്തിലെ ശ്രീരാമ അവതാര വർണ്ണനം ഭാഗം പാരായണം ഉത്തമമാണ്. അതുപോലെ തന്നെ ശ്രീരാമ സ്വാമി ക്ഷേത്ര ദർശനം വ്യാഴാഴ്ചകളിൽ നടത്തുന്നതും നവമിക്ക് പ്രത്യേകം നടത്തുന്നതുമൊക്കെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പുതിയ എന്തെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങുവാൻ, ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. ഹോം അപ്ലയൻസസിന് ഒരു പക്ഷേ റിപ്പയറും പ്രയാസങ്ങളും വരാം. വാഹനത്തിന് ചെറിയ റിപ്പയറും പ്രയാസങ്ങളും വരുന്നതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന പണച്ചെലവുകൾ ഒരു പക്ഷേ മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പഴയ കടം, ലോണൊക്കെ ഉള്ളവർക്ക് മനസ്സിന് ചെറിയ പ്രയാസമുണ്ടാക്കുന്ന അനുഭവങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട്. ഇതെങ്ങനെ റീപേ ചെയ്യും എന്നൊക്കെയുള്ളൊരു തോട്ട് വരാം. വ്യക്തിപരമായിട്ട് കടം ഒക്കെ ലോണൊന്നും വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. ചില വ്യക്തികളിൽ നിന്ന് വാങ്ങാതിരിക്കുക. ഇപ്പോൾ പുതിയ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൻ്റെ സൂചനയുണ്ട്. ചിട്ടി വഴിയൊക്കെ ചെറിയ വരുമാന പ്രതീക്ഷയും ഈ വാരം കാണുന്നുണ്ട്. അല്പമൊരു കാര്യങ്ങൾ മെച്ചമാകുവാനുള്ള സാധ്യത ഈ വാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ആ സമയത്ത് ഈ ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, മാർക്കറ്റിംഗ് ഏജൻസിനൊക്കെ അല്പം വരുമാന വർധനവുണ്ടാകുന്നതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിക്കും. ആത്മവിശ്വാസം കൊണ്ട് ഈ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ, കൂടുതൽ പണം മുടക്കാനുള്ളൊരു താല്പര്യവും വരും. അതിന് പറ്റിയൊരു കാലമല്ല എന്ന് പ്രത്യേകിച്ചറിയാം. മനോനിയന്ത്രണത്തോടുകൂടി പണം ചെലവാക്കേണ്ട ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. കൂടുതൽ പണം ചെലവാക്കാനുള്ള ഒരു ടെൻഡൻസി വരും. ബാധ്യതയുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിച്ചുള്ള. ഉദാഹരണത്തിന് ലോൺ എടുത്ത് വാഹനം വാങ്ങാനുള്ളൊരു താല്പര്യം വരും. അല്ലെങ്കിൽ വാഹനം എക്സ്ചേഞ്ച് ചെയ്തിട്ട്, ആവശ്യമുള്ള സമയമല്ല എന്നാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ വാഹനം എടുക്കുവാനുള്ള ഒരു താല്പര്യം വരും. ഇതൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവേ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു കാര്യ തടസ്സം കാണുന്നു. സ്കൂളിലും കോളേജിലും ഒക്കെ മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് വാക്കുകൾ നന്നായി ഉപയോഗിക്കുവാനും, ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കുവാനും, സ്കൂളിലും കോളേജിലുമൊക്കെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകുവാനും, കോമ്പറ്റേറ്റീവ് എക്സാംസിനോ ഇൻ്റർവ്യൂവിനോ ഒക്കെ വിജയിക്കുവാനായിട്ട് സരസ്വതി പ്രീതി അത്യാവശ്യം വേണ്ട ഒരു വാരമാണ്. വാക്കുകൾ പറയുന്നതും എഴുതുന്നതും നന്നാകണമല്ലോ. അർത്ഥം പറയുന്നതും എഴുതുന്നതും ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് സരസ്വതി ദേവി പ്രീതിയാണ് അത്യാവശ്യം. അടുത്ത സരസ്വതി ക്ഷേത്ര ദർശനം നടത്തുക. അത് തിങ്കളാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലും ആകാവുന്നതാണ്. ദിവസവും സരസ്വതി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. നാവിൽ നല്ലതുദിക്കും. അർത്ഥം നമുക്ക് കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുവാൻ അത് എളുപ്പമായിട്ട് വരും. അപ്പം അതുകൊണ്ട് തന്നെ പൊതുവെ മനസ്സിന് സന്തോഷവും സമാധാനവും ഗൃഹത്തിൽ ഉണ്ടാകുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതിലും സംശയം വേണ്ട. ഈ സരസ്വതി പ്രീതിയുടെ കാര്യം മറക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും വരും എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. സാമ്പത്തികമായി അല്പം മെച്ചമാകുവാനുള്ള യോഗം തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, അങ്ങനെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മെച്ചമായിട്ടുള്ള ജോലി സാധ്യത ഈ വാരം കാണുന്നു. ഇപ്പോൾ ജോലിയുള്ളവർക്ക് കുറച്ചുകൂടി നല്ല ജോലി വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ആദ്യം ഒരു ടെൻഷൻ വന്നതിന് ശേഷമായിരിക്കും ഈ ജോലി അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച വരിക എന്നുള്ളതാണ്. രാഹുവിൻ്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ നിന്നുമൊക്കെ അല്പം ഒരു ടെൻഷൻ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ എടുത്തു ചാടിയുള്ള തീരുമാനം നല്ലതല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. എന്നാൽ നല്ല ഓഫേഴ്സ് വരികയും ചെയ്യും. ഈ ആഴ്ച പുതിയ ഓഫേഴ്സൊക്കെ വരുവാനും സാധ്യത ഏറെയുള്ള വാരമാണ് എന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ സർവീസ് കണ്ടീഷൻസൊക്കെ നോക്കിയതിന് ശേഷം മാത്രം ജോലി മാറുന്നതായിരിക്കും ഏറെ നല്ലത്. പൊതുവെ ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം, അതായത് പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്ക് ഈ വാരം കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നല്ല വാരമാണ്. വിവാഹാലോചനകൾ വരാനുള്ള ഭാഗ്യമുണ്ട്. ജാതകത്തിൽ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ, രാഹുദോഷം, ശനിദോഷം, ഇവയൊക്കെ ഉള്ളവർക്ക് യോജിച്ച ജാതകം തന്നെ വന്നു ചേരുവാനും പൊരുത്തമുള്ള ജാതകം വന്നു ചേരുവാനും നമുക്ക് മനസ്സിന്
ഇഷ്ടപ്പെട്ട ഇണങ്ങിയ രീതിയിലുള്ള വിവാഹാലോചന വരുവാനും ഒക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ് എന്നറിയാം. അതുകൊണ്ട് ഈ വാരം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. തിങ്കളാഴ്ചകളിൽ അവിടെ ഒരു നാളികേരം സമർപ്പിക്കുക. തടസ്സങ്ങളൊക്കെ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. ദിവസവും ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ഭഗവാൻ തടസ്സങ്ങളൊക്കെ നീക്കിത്തരും. ഈ തടസ്സങ്ങൾ നീങ്ങുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയവുമൊക്കെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഗൃഹത്തിലൊരു സമാധാനവും സന്തോഷവും വരാനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം. വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ്. മാറ്റങ്ങൾ അടുത്തു വരും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രാശിക്കാർ ഒരു ഇൻഡിഫറൻസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. വേണ്ട രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുന്നില്ല. അത് കാരണം വേണ്ട രീതിയിൽ കാര്യങ്ങൾ വരുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ എൻ്റെ രീതിയിൽ പ്രവർത്തനം അല്ലെങ്കിൽ പരിശ്രമം നടക്കാത്തത് എന്നുള്ളൊരു തോന്നലുകൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് അവസരങ്ങൾ വന്നിരുന്നുവെങ്കിലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നഷ്ടമായി പോയിരിക്കാം. ഈ വാരം അവസരങ്ങൾ വരും, പ്രത്യേകിച്ച് ജോലിക്കാര്യത്തിൽ. ആ അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നല്ല ജോലി തന്നെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം, അല്പം ഒരു ടെൻഷൻ വന്നതിന് ശേഷമായിരിക്കും ജോലിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരിക എന്ന് പ്രത്യേകിച്ച് അറിയാം. ഈ രാശിക്കാർക്ക് പറയാറുണ്ട്, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പണച്ചെലവും അതുകൊണ്ട് തന്നെ മനസ്സിന് പ്രയാസവും ടെൻഷനും ഉറക്കക്കുറവും ഒക്കെ വന്നിരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നു എങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ട് അല്പം ഒരു അഭിവൃദ്ധി ഈ വാരം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അല്പം ഒരു ആഡംബരങ്ങൾക്കായിട്ട് പണം ചിലവാക്കാനുള്ള സാധ്യതയേറെയാണ്. പുതിയ ഡ്രസ്സിന് വേണ്ടി ചിലവാക്കാം, ഓർണമെൻറ്റ്സ്, കുട്ടികൾക്കാണെങ്കിൽ ടോയ്സിന് വേണ്ടിയിട്ടും ഔട്ടിങ്ങിന് വേണ്ടിയിട്ടുമൊക്കെ പണം ചിലവാക്കുന്ന, ഔട്ടിംഗ് വെച്ചാൽ പുറത്ത് പോയി ആഹാരം കഴിക്കുക, പിക്നിക് ട്രിപ്പൊക്കെ പോവുക, അതിനൊക്കെ വേണ്ടിയിട്ട് പണം ചിലവാക്കുന്ന ഒരു വാരമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. പൊതുവെ പ്രണയകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. പ്രണയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഒരു ഭാഗ്യവുമുണ്ട്. എന്നാൽ ഈ കാര്യത്തിലും ആദ്യം ഒരു തടസ്സവും പ്രയാസവും ഒക്കെ കാണുന്നുണ്ട്. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതിൽ അല്പം ഒരു ആശ്വാസം ഈ വാരം പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ആശ്വാസം വരുവാനായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ എന്നുള്ളതാണ്. അപ്പോൾ ഊർജവും ഒരു ഉണർവും ഒക്കെ വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യവും ലഭിക്കും. തതോ യുദ്ധപരിശ്രാന്തം സമരേ ചിന്തയാസ്ഥിതം രാവണം ജാഗ്രതോ ദൃഷ്ട്വാ യുദ്ധായ സമുപസ്ഥിതം. ഇങ്ങനെ പോകുന്നു ആദിത്യ ഹൃദയ സ്തോത്രം. ജയതു ജയതു സൂര്യം എന്നാണ് ആരംഭിക്കുന്നത്. ഇത് ഭക്തിപൂർവ്വം ഉദയത്തിന് ശേഷം കിഴക്ക് ദർശനമായി സമർപ്പണ മനോഭാവത്തോടെ ജപിച്ചോളൂ. ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ തന്നെയും നീങ്ങും. ചെറിയ മുറിവ് പ്രയാസങ്ങൾ വരുന്നതും ഒക്കെ കുറയ്ക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ആദിത്യ ഹൃദയ സ്തോത്രം കൊണ്ട് സാമ്പത്തികമായിട്ടും പുരോഗതി വരും. അതുകൊണ്ട് തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും, കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും. സന്തോഷമായിരിക്കും. മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. കുറച്ച് യാത്രയും അലച്ചിലും ടെൻഷൻസും ഒക്കെ കാണുന്നുണ്ട്. അധിക പണച്ചെലവ് വരുന്നതുകൊണ്ട് മനസ്സിന് ചെറിയ പ്രയാസങ്ങൾ വരാം. എന്നാൽ പലതരത്തിലുള്ള വരുമാന മാർഗങ്ങൾ തുറന്നു വരുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് പണം വന്നു ചേരാനുള്ള, അല്പം പണം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ആഡംബരങ്ങൾക്ക് വേണ്ടി അത് ചിലവാക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പൊതുവെ ആഡംബര പ്രിയത ഉള്ള ഒരു വാരമാണ്. അതായത് പണം വരുന്നത് മുഴുവനും ചിലവാക്കുവാനും കൂടുതൽ പണം എവിടുന്നെങ്കിലും സ്വരൂപിച്ച് അതും ആഡംബരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുവാനും ഒക്കെ താല്പര്യം തോന്നുന്ന ഒരു വാരമാണ്. അത് തൽക്കാലം മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
വിവാഹകാര്യങ്ങൾക്ക് പൊതുവേ തടസ്സവും പ്രയാസങ്ങളും കാണുന്നുണ്ട്. അതിനകത്ത് പരിഹാരം പറയുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾ സ്കൂളിലും കോളേജിലുമൊക്കെ കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങളിൽ ചെന്നുപെടാം എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ റെസ്ട്രിക്റ്റ് ചെയ്യുക, വളരെയധികം കുറയ്ക്കുക. ആ സമയത്തുള്ള യാത്ര, കൂട്ടുകാരുമായിട്ട് പിക്നിക്കിന് പോവുക, ഇതൊക്കെ ഈ വാരം കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പ്രത്യേകിച്ച് അറിയാം. പൊതുവെ കാര്യങ്ങളിലൊക്കെ എന്ത് കാര്യത്തിൽ ഇടപെട്ടാലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷമായിരിക്കും അത് ശരിയാകുക എന്നുള്ള കാര്യവും അറിഞ്ഞോളൂ. ശരീരത്തിനൊരു ക്ഷീണം, കിടക്കാനുള്ളൊരു ടെൻഡൻസി, ഇതൊക്കെ വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താല്പര്യം കുറയാം എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിച്ചവർക്ക് തോന്നാം, ഇതൊക്കെ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, എനിക്ക് ഈ കോഴ്സ് ക്വാളിഫൈ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു സംശയം മനസ്സിൽ ഉദിക്കുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുമായിട്ട് ശനിയാഴ്ചകളിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കി അടുത്ത ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ നീരാജനം കഴിപ്പിക്കാം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും. മനസ്സിന് സമാധാനവും സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി, ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടാകാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വസ്തു വിൽപ്പനയ്ക്കായിട്ട് ശ്രമിക്കുന്നവർക്ക്, വസ്തു വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് എല്ലാ കാര്യവും ഒന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ കാരണം മനസ്സിന് അല്പം ടെൻഷനും, അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുമൊക്കെ വരാം. പല ബാധ്യതകൾ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ കാലത്തിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. ആ ബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയി എങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ ആവർത്തിച്ച് വരികയും അധിക പണച്ചെലവ് വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ ഈ ലോണൊക്കെ റീപേ ചെയ്യാനായിട്ട് വെച്ചിരുന്ന പണം പോലും ഇതിനായി ചിലവാക്കേണ്ടി വന്നിരിക്കാം എന്നുള്ളതുകൊണ്ട് ടൈംലി ആയിട്ടുള്ളൊരു റീപേയ്മെൻറ്റ് ഇവർക്ക് പറ്റി എന്ന് വരണമെന്നില്ല. ഇത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ ആണ്. അത് മാറ്റാൻ എളുപ്പമാണ്. കനകധാര സ്തോത്രം ജപിച്ചോളൂ. കനകധാര സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം. ഇങ്ങനെ ആരംഭിക്കുന്നു കനകധാര സ്തോത്രം. ആത്മാർത്ഥമായിട്ട് കിഴക്ക് ദർശനമായിട്ട് ദിവസവും 5 പ്രാവശ്യം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും കുറയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അതുവഴി അധിക പണച്ചെലവിനുള്ള സാധ്യതയുമൊക്കെ ഈ വാരം കാണുന്നുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും പുറത്തുനിന്നുള്ള ആഹാരം കുറയ്ക്കുകയും അസമയത്തുള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുകയും, ഒരു പ്രായം കഴിഞ്ഞവർ പ്രത്യേകിച്ചും മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ്. അല്പം മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. മനസ്സിലെ ടെൻഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് യോഗധ്യാനം ശീലിക്കാം. അതുപോലെ തന്നെ നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം ഭക്തിപൂർവ്വം ജപിക്കാം. അതുകൊണ്ട് മനസ്സിലുണ്ടായിരുന്ന ടെൻഷൻ മുഴുവനും മാറി സന്തോഷകരമായിട്ട് പ്രവർത്തിക്കുവാനും ജീവിക്കുവാനുമുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അവസരം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ കാണുന്നു. അതായത് പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. എന്നാൽ എക്സാമിലെ പെർഫോമൻസ് ഒക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണം എന്നില്ല. അതുകൊണ്ട് എക്സാമിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനകത്ത് ഒരു ഹാർഡ് വർക്ക് അത്യാവശ്യം വേണ്ട കാലമാണ്. അല്പം അലസതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സൂചനയുണ്ട്. അതുകൊണ്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ആവശ്യമുള്ള കാലമാണ്. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പൊതുവേയും വിജയിക്കുവാനും കുറച്ചൊരു സ്ഥാനം ലഭിക്കുവാനും സമൂഹത്തിലും ഗൃഹത്തിലും ലഭിക്കുവാനുമൊക്കെയുള്ള ഒരു യോഗം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം.
പിക്നിക്ക്, അങ്ങനെയുള്ള യാത്രകൾ, ആഘോഷം, ഇവയ്ക്കൊക്കെ ഭാഗ്യമുള്ള ഒരു വാരമാണ്. അധിക പണച്ചെലവ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെലവിലൊരു നിയന്ത്രണം വേണം. കഴിഞ്ഞകാല ബാധ്യതകൾ ഇപ്പോൾ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം കരുതി വെച്ച് ബാധ്യതകൾ കുറയ്ക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തു വേണം മുന്നോട്ട് പോകുവാൻ. പുതിയ വസ്ത്രം, ആഭരണം ഇവയൊക്കെ വാങ്ങുവാനോ അല്ലെങ്കിൽ ലഭിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ട്. കോസ്റ്റ്ലി പ്രസൻസ് ലഭിക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. പിതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഈ വാരം കാണുന്നു. കുടുംബത്തിൽ ആർക്കെങ്കിലും അപ്രതീക്ഷിതമായി പണത്തിന് ആവശ്യം വരുന്നതുകൊണ്ട് നമ്മൾ കരുതി വച്ചിരുന്ന അല്പം പണം അതിനായിട്ട് ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം വരാം എന്നും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം. വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹബന്ധം വന്നു ചേരുവാനുള്ള ഭാഗ്യം. അതുപോലെ തന്നെ പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു. മനസ്സിന് സന്തോഷിക്കുവാനുള്ള ചില അവസരങ്ങൾ കൂട്ടുകാരുമൊത്ത് ലഭിക്കുവാനുള്ള യോഗവും അല്ലെങ്കിൽ ബന്ധുസമാഗമം എന്ന് പറയും. കുറച്ചു കാലമായിട്ട് നമ്മൾ അടുപ്പമില്ലാത്ത അല്ലെങ്കിൽ കാണാത്ത ബന്ധുക്കളെ കാണുവാനും സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ വന്നു ചേരുവാനുമുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. തടസ്സങ്ങളും പ്രയാസങ്ങളും സാമ്പത്തികമായിട്ട് അല്പം ഒരു ചിലവ് കൂടുതൽ കാണുന്നു എന്നുള്ളതുകൊണ്ട് അതിലൊരു നിയന്ത്രണം വരുത്തുവാനൊക്കെ നമ്മൾ ശ്രമിക്കണമെന്ന് മാത്രമല്ല, പരിഹാര പ്രാർത്ഥന ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൂടാതെ വെള്ളിയാഴ്ചകളിൽ വ്രതമെടുത്ത് അടുത്ത ക്ഷേത്രത്തിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. തടസ്സപ്പെട്ടിരുന്ന പണം ഇതുകൊണ്ട് തന്നെ, ഈ പരിഹാരം കൊണ്ട് തന്നെ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യവും ഈ വാരം ലഭിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സാമ്പത്തികമായി അല്പം ഒരു ടെൻഷനുള്ള വാരമാണ്. കഴിഞ്ഞ വാരവും അതുപോലെ തന്നെ അധിക പണച്ചെലവും, അതുപോലെ തന്നെ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാകണം എന്നില്ല. പ്രതീക്ഷിച്ചിരുന്ന പണം വരാത്തത് കൊണ്ടുള്ള ടെൻഷൻ, ചില ബില്ലൊക്കെ ക്യാഷ് ചെയ്ത് വരാനുള്ള കാലതാമസം, ഇവയൊക്കെ ഈ വാരം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടുള്ള ടെൻഷൻ ഒരു പക്ഷേ ഉറക്കക്കുറവ് ഉണ്ടാക്കിയേക്കാം, മനസ്സിന് സമാധാനക്കുറവുണ്ടാക്കിയേക്കാം. ഇത് മാത്രമല്ല, അതുകൊണ്ട് തന്നെ പെരുമാറ്റത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കോപം വരുവാനും ഗൃഹത്തിൽ ഈ കോപം കൊണ്ട് തന്നെ സമാധാനക്കുറവുണ്ടാകുവാനും ഉള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ ടെൻഷൻ കാരണം നമ്മുടെ പെരുമാറ്റത്തിൽ പല പ്രയാസങ്ങളും വരാം എന്നുള്ളതുകൊണ്ട് സ്വയം നിയന്ത്രണം അത്യാവശ്യം. യോഗധ്യാനം ഒരു പരിധിവരെ ഈ പ്രയാസങ്ങൾ കുറയ്ക്കും. പരിഹാരങ്ങൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റുവാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാര ഭാഗം പാരായണം ചെയ്യുക. മനസ്സിന് സമാധാനം ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള ചെറിയ തടസ്സങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതായത് നമ്മുടെ ബാധ്യതകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുണ്ടാകുന്ന ടെൻഷൻസ്, റീപേയ്മെൻറ്റിനുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക പ്രയാസങ്ങളുടെ ഈ സൂചനകൾ പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, മഹാലക്ഷ്മി പ്രാർത്ഥന സൂചിപ്പിച്ചു. അതുകൂടാണ്ട് ദേവീക്ഷേത്ര ദർശനം, അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ കഴിയുമെങ്കിൽ അത് വളരെ നല്ലത്. അവിടെ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, കാര്യ തടസ്സങ്ങൾ ഒക്കെ തന്നെയും നീങ്ങും എന്ന് മാത്രമല്ല, സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് ഉയരുവാനുള്ളൊരു സാഹചര്യവും ദേവി കാണിച്ചു തരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ. മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം.
ജോലി സ്ഥലത്ത് പല മാറ്റങ്ങൾക്കുള്ള സാധ്യത, പ്രൊമോഷനോ അല്ലെങ്കിൽ ശമ്പള കൂടുതൽ അധികാരപ്പെട്ട ഒരു ജോലിയിലേക്ക് മാറുവാനോ അല്ലെങ്കിൽ ടെൻഷനുള്ള ഒരു ജോലിയിലേക്ക്, അതായത് എപ്പോഴും പ്രൊമോഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അധികാരപ്പെട്ട ജോലി വരുമ്പോൾ അല്പം ഒരു ടെൻഷൻ വരാമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ കൊളീഗ്സിനെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളുടെ സൂചനയും കാണുന്നു. ചിലരുടെ വാക്കുകൾ ഒരുപക്ഷെ നമുക്ക് ടെൻഷനോ വിഷമമോ ഉണ്ടാക്കിയേക്കാം. എന്നാൽ പ്രതികരണം ഒഴിവാക്കുക. അതാണ് കാരണം. ഉയർച്ചയുടെ ഒരു കാലമാണ്. ചെറിയ ഉയർച്ച വരാൻ ഭാഗ്യമുള്ള ഒരു കാലമായതുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ടപ്പെട്ടവരെ അകന്നു പോകാനുള്ള സാധ്യത അല്പം കാണുന്നു എന്നുള്ളതുകൊണ്ട് അതിലും ഒരു നിയന്ത്രണം അത്യാവശ്യം എന്ന് കാണുന്നു. പ്രയാസങ്ങൾ തീർച്ചയായിട്ടും മാറ്റുവാൻ കഴിയും. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന, വിഷ്ണു പ്രീതി കൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. വിഷ്ണു സ്തോത്രം ജപിച്ചുകൊള്ളുക. വിഷ്ണു സ്തോത്രം ജപിക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പഞ്ചായുധ സ്തോത്രം വളരെ ഉത്തമമാണ്. സ്ഫുരൽ സഹസ്രാര ശിഖാതിതീവ്രം സുദർശനം ഭാസ്കര കോടി തുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ. ഈ സ്തോത്രം ജപിച്ചോളൂ. തടസ്സങ്ങൾ, ഈ അനുകൂലമായിട്ടുള്ള ചില ഫലസൂചനകളുണ്ട്. അതിലെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇത് ജപിക്കാൻ ദിവസവും 5 പ്രാവശ്യം ജപിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും നീങ്ങും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച വരും. ഹയർ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരത്തിൽ സൂചനയുണ്ട്. ദൂരദേശത്തോ വിദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക്, എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഒരു അവസരം ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് MNC പ്ലേസ്മെൻ്റ് ഒക്കെ വന്നു ചേരുവാനും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ജോലിക്കുള്ള ഓഫേഴ്സ് ലഭിക്കുവാനുമൊക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക്, ഈ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ ഇവയൊക്കെ നടത്തുന്നവർക്ക് ഒരു അഭിവൃദ്ധി ഈ വാരം പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും വരുന്ന ഒരവസ്ഥയും ഈ വാരം കാണുന്നു. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കും. മകരം രാശി, ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കുടുംബത്തിൽ ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക്, അതായത് സന്തതി സ്ഥാനീയർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടം അല്ലെങ്കിൽ കലാരംഗത്ത് ഉയർച്ച, അവരുടെ വിവാഹ കാര്യങ്ങളിലോ കുടുംബജീവിതത്തിലോ ഒക്കെ ഉയർച്ച, ഇവയൊക്കെ ഈ വാരത്തിൽ സൂചനയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതിൽ കുറേയൊക്കെ മെഡിക്കേഷൻ കൊണ്ട് ശമനം അല്ലെങ്കിൽ കുറവ് ഈ വാരം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പുതിയ അവസരങ്ങൾ വന്നതായി അനുഭവപ്പെടും. പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ചിട്ടി മുതലായ കാര്യങ്ങളിൽ ഒക്കെ ലാഭം വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധനാഗമം, അല്പം ഒരു പണം ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. എന്നാൽ ചിലവ് അധികമായിരിക്കും, അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അധിക വരുമാനമുണ്ടായാലും അത് അത്രത്തോളം അങ്ങോട്ട് അനുഭവേദ്യമാകണമെന്നില്ല. എന്താ അധിക വരുമാനം എല്ലാം ചിലവായി പോയല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ ഒരു ഫീല് വരുന്നത്. വിവാഹ കാര്യത്തിന് മധ്യമ കാലമാണ്. വിവാഹാലോചനകളൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. എങ്കിലും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ജാതകപ്പൊരുത്തമൊക്കെ നോക്കി മാത്രം മുന്നോട്ട് പോകുക. ജോലിയിലൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുമെങ്കിലും ഒരു സെക്കൻഡ് തോട്ട് ആവശ്യമാണ് ജോലി മാറുന്നതിൽ. കാരണം പുതിയ ജോലിയിലെ സർവീസ് കണ്ടീഷൻസൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് മാറാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ, അത് ഒരുപാട് പണം മുടക്കിയുള്ള പുതിയ ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും ഏറെ നല്ലത്. അനുകൂലമായിട്ടുള്ള ചില ഫലസൂചനകൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ അല്പം ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ, അത് മാനസികമായിട്ട് അല്പം വൈകാരികമായിട്ട് അല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ടെൻഷൻ അങ്ങോട്ട് മാറ്റുവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. ജയതു ജയതു സൂര്യം സപ്തലോകൈക ദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം എന്നാരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. മനസ്സിൻ്റെ ടെൻഷൻ മാറും. ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ അങ്ങോട്ട് നീങ്ങും എന്ന് മാത്രമല്ല, പണം വരുന്നതിൽ തടസ്സം നീങ്ങി പൊതുവെ കുടുംബത്തിന് ഐശ്വര്യം, ആഡംബരങ്ങളൊക്കെ വാങ്ങും
വാങ്ങുവാനുള്ള അല്പം പണം ഇവയൊക്കെ ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഒരു സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നു. സന്തോഷമായിരിക്കുക. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരുന്നു എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് എന്ത് കാര്യത്തിനും മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു തോന്നലുണ്ടാകും, ഇതിപ്പോൾ ശരിയാവുമോ, എന്തിനാ വെറുതെ ഇതിനൊക്കെ പോകുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാം. അത്തരത്തിലുള്ള തോന്നലൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം, ഒരു സെക്കൻഡ് തോട്ട് വേണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. കാരണം 7 ശനിയിലെ ജന്മശനിക്കാലമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. എന്നാൽ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ വിജയത്തിലെത്തിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിദ്യാഭ്യാസത്തിൽ പൊതുവെ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യക്കുറവ്, ശരീരത്തിനൊരു ക്ഷീണം, പഠിക്കാനുള്ളൊരു ഉത്സാഹക്കുറവ്, മടി മാത്രമല്ല ശ്രമിച്ചിട്ടും പഠിക്കാനൊരു എഫേർട്ട് എടുത്ത് പഠിക്കുവാനുള്ളൊരു കഴിവ് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുക, അറ്റൻഷൻ അതായത് ശ്രദ്ധയൊക്കെ കുറയുക, കോൺസെൻട്രേഷൻ ലെവൽ കുറയുന്നത് കൊണ്ടുള്ള ഒരു ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവ് കൊണ്ട് കോൺസെൻട്രേഷൻ കുറയുന്ന ഒരവസ്ഥ, ഇവയൊക്കെ കൊണ്ട് മനസ്സ് അല്പം ഒന്ന് അസ്വസ്ഥമായിരിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സരസ്വതി പ്രാർത്ഥനയാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ ശ്ലോകം 9 പ്രാവശ്യം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള കൺഫ്യൂഷനും പ്രയാസങ്ങളുമൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അധിക പണച്ചെലവുള്ള കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക. ഗൃഹത്തിനല്പം റിപ്പയർ വർക്കോ അല്ലെങ്കിൽ വാഹനത്തിന് അപ്രതീക്ഷിതമായിട്ടുള്ള റിപ്പയറോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അക്കാര്യത്തിലും അത്യാവശ്യമുള്ള വർക്ക് മാത്രം ചെയ്യുക, അത്ര അത്യാവശ്യമില്ലാത്തത് മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അധിക പണച്ചെലവുണ്ട്, അത് കൂടാണ്ട് പ്രതീക്ഷിക്കാത്ത സമയത്തും പണച്ചെലവ് വരാം എന്നുള്ളതുകൊണ്ട് അത്യാവശ്യമില്ലാത്ത പണച്ചെലവ് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുക. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്നതും ഈ വാരം കഴിയുന്നതും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പൊതുവെ അവസരങ്ങൾ കാണുമെങ്കിലും അതങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജസ്വലത ഉണ്ടാവണമെന്നില്ല. ഇപ്പം എങ്ങനെയാണ് ശരിയാവുക കാര്യങ്ങൾ എന്നൊക്കെയുള്ളൊരു തോന്നൽ കാരണം ഈ ഊർജ്ജസ്വലത ഒന്ന് കുറയാം. അത് വളരെയധികം ബാധിക്കുന്ന ചിലരൊക്കെയുണ്ട്. ഈ കടമൊക്കെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ രാശിയിലെ ചില വ്യക്തികളുണ്ട്. അവർക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ, മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല നമ്മുടെ പരിശ്രമങ്ങളിലൊക്കെ വരുന്ന തടസ്സങ്ങളെ ദേവി നീക്കിത്തരും എന്നുള്ളതിലും സംശയം വേണ്ട. അങ്ങനെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗം, ദൂരയാത്ര, യാത്ര കൊണ്ട് നേട്ടങ്ങൾ, ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ ഒക്കെ വരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ജോലി അന്വേഷിക്കുന്ന യങ്സ്റ്റേഴ്സിന് തരക്കേടില്ലാത്ത ജോലിയും കലാ, സാഹിത്യം, സിനിമ, TV രംഗങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ വരാനുള്ളൊരു യോഗമുണ്ട്. കുറച്ചു കാലമായിട്ടുള്ള ടെൻഷൻസിനൊരു കുറവ് വരും എന്നുള്ളതാണ്. രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ഈ വാരം വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനമോ അല്ലെങ്കിൽ സന്തതിയുടെ ജനനമോ അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം വരാനുള്ള ഭാഗ്യമോ ഒക്കെ കാണുന്നു. കൊച്ചുകുട്ടികളാണ് എങ്കിൽ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച വരാൻ അല്ലെങ്കിൽ കലാരംഗത്ത് ഉയർച്ച വരുവാനുമൊക്കെയുള്ള ഭാഗ്യം തന്നെയാണ് ഈ വാരം കാണുന്നത് എന്ന് പ്രത്യേകിച്ചറിയാം. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്നവർക്ക് സാമ്പത്തികമായി അല്പം മെച്ചപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പണം ആഡംബരങ്ങൾക്കായി ചെലവാക്കാണ്ട് പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ഈ രാശിക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ബാധ്യതയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. ബാധ്യത കുറയ്ക്കുവാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയുക. എന്നാലും ഈ വാരം വസ്ത്രം, പുതിയ ഡ്രസ്സ് അല്ലെങ്കിൽ ആഭരണമൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ലക്ഷറി ഐറ്റംസ് ലഭിക്കുവാനും, അതായത് കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ചില ലക്ഷറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുവാനോ അല്ലെങ്കിൽ പ്രസൻ്റായിട്ട് ലഭിക്കുവാനോ
ഒക്കെയുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കുവാനായി വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനവും അവിടെ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും ഫലസൂചനകളും ഭാരതീയമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഇവിടെ നൽകിക്കഴിഞ്ഞു. സമർപ്പണ മനോഭാവത്തോടെയുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതുകൊണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും കുറയും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ഇനി കത്തുകളാണ്. മെയിൽസ് അയക്കുന്നവർക്ക് ഈ പ്രോഗ്രാമിലൂടെ മറുപടി ലഭിക്കും. മെയിൽ ID ഈ പ്രോഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, എന്താണ് അറിയേണ്ടത്? വിവാഹകാര്യമാണോ, അത് ഏത് കോഴ്സാണ് നല്ലത് എന്നാണോ അറിയേണ്ടത്? അതായത് എഡ്യൂക്കേഷനിൽ ആയിട്ട് ഹയർ എഡ്യൂക്കേഷന് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാണോ അറിയേണ്ടത്? ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. ഇതിനുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ നൽകുന്നതാണ്. സന്തോഷമായിരിക്കും. ഇനി മെയിലിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തങ്കം എസ് മേനൻ, സൗഭാഗ്യവതി തങ്കം എസ് മേനൻ, ടി നഗർ, ചെന്നൈ. മകൾ നക്ഷത്രം മകം, MBBS MD ആണ്, 32 വയസ്സായി. വിവാഹം എന്ന പാപജാതകം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 7 ശനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു പാപജാതകമാണ്. 7 ശനി തന്നെയാണ് വിവാഹം വൈകിക്കുന്നത്. 7ാം ഭാവാധിപന് നമ്മൾ ബലക്കുറവെന്ന് പറയാറുണ്ട്. 7ാം ഭാവാധിപന് ഒരു മറവ് വരുമ്പോഴേക്കും പൊതുവെ വിവാഹ കാര്യങ്ങളിൽ തടസ്സം വരുന്നത് സ്വാഭാവികം. പക്ഷെ വിഷമിക്കേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ശുക്രന് നല്ല ബലമുണ്ട്. 7ാം ഭാവത്തിലേക്ക് വ്യാഴൻ്റെ ഒരു ദൃഷ്ടിയുമുണ്ട് എന്നുള്ളതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയമൊന്നും. നവാംശകത്തിലാണ് അങ്ങനെ ഒരു ബലം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെയില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. ഈ 6 മാസത്തിനകം തന്നെ വിവാഹമോ വിവാഹ നിശ്ചയമോ പ്രതീക്ഷിക്കാം. സന്തോഷമായിരിക്കും. ശ്രീ അനീഷ്, മൈസൂർ, നക്ഷത്രം ഉത്രാടം, 35 വയസ്സ് കഴിഞ്ഞു. 35 വയസ്സ് കഴിഞ്ഞു. ഡിവോഴ്സിയാണ് എന്നിങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വിവാഹമുണ്ടോ എന്നുള്ളതാണ്. ജാതകമനുസരിച്ച് വിവാഹമുണ്ട്. വിവാഹകാലം ഇപ്പോൾ വരികയാണ് വിവാഹകാലം. 2024 അവസാനമോ 2025 ആദ്യ ഭാഗത്തോ വിവാഹം നടക്കും എന്ന് തന്നെയാണ് കാണുന്നത്. വാക്സ്ഥാനത്ത് ചൊവ്വ സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. വാക്സ്ഥാനത്ത് ചൊവ്വ ഉണ്ട്, രാഹു ഉണ്ട്. അതുകൊണ്ട് കോപ സ്വഭാവം ഉണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രിച്ചോളൂ എന്നുള്ളതാണ്. നിയന്ത്രിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ പെരുമാറ്റത്തിൽ ഒരു നിയന്ത്രണം, യോഗധ്യാനമൊക്കെ വളരെ നല്ലതാണ്. ഒരു സ്വയം നിയന്ത്രണം അതുകൊണ്ട് തന്നെ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യുക. സ്വയം നിയന്ത്രണം യോഗധ്യാനം കൊണ്ട് വരുത്തുക. നല്ല വിവാഹ ജീവിതം ലഭിക്കുവാനായി തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ശിവപാർവതി സ്തോത്രം കൂടി ദിവസവും ജപിക്കാമെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. സൗഭാഗ്യവതി മാനസ ഉണ്ണി, കൊച്ചിൻ. മകൻ ചതയം നക്ഷത്രം, ആവറേജ് ആണ് പഠന കാര്യങ്ങളിലൊക്കെ, +2 ആണ്. ഇപ്പോൾ ഏത് ഫീൽഡാണ് അനുയോജ്യം? ചതയം നക്ഷത്രത്തിന് 7 ശനിയിൽ ജന്മശനി കാലമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ഇപ്പോൾ ആ ഒരു പൊട്ടൻഷ്യലിനേക്കാൾ കുറഞ്ഞ പെർഫോമൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള സയൻസ് കോഴ്സസ് ഒന്നും ഇയാൾക്ക് അത്രത്തോളം ശരിയില്ല. ഉദാഹരണത്തിന് BSc ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള സബ്ജക്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള, ശുക്രൻ ബലവാനായതുകൊണ്ട് ഫാഷൻ ഡിസൈനിങ് നോക്കാവുന്നതാണ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, കമ്പ്യൂട്ടർ ആനിമേഷൻ ഇങ്ങനെയുള്ള കോഴ്സസും ഈ കുട്ടിക്ക് നന്നായിരിക്കും. മീഡിയ പ്രൊഡക്ഷൻ വളരെ നല്ലതാണ്. 10ാം ഭാവവുമായിട്ടും ബന്ധപ്പെടുന്നതുകൊണ്ട് കലയുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധമുള്ള ഒരു കോഴ്സായിരിക്കും നല്ലത്. സാഹിത്യവും നല്ലതാണ്. BA ലിറ്ററേച്ചറും തരക്കേടില്ല. പക്ഷെ അതിൽ കുറച്ചൊരു എഫേർട്ട് വേണ്ടി വരും. വർക്ക് തിയറി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് എഫേർട്ട് വേണ്ടി വരും. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്.
ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും. സരസ്വതി സ്തോത്രം ദിവസവും ജപിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങും. നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിസ് നീന ഉത്രം നക്ഷത്രം, അടുത്ത മെയിലാണ്. MA PhD ഇൻ സൈക്കോളജി, 30 വയസ്സ്. എന്നാണ് വിവാഹം? 8-ൽ ചൊവ്വയുള്ളത് പാപമാണോ, അതുകൊണ്ടാണോ വിവാഹം വൈകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ് നീന, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉത്രം നക്ഷത്രത്തിന് വിവാഹത്തിന് മെച്ചമായിട്ടുള്ള കാലം വരുന്നുണ്ട്. 2024 സെക്കൻഡ് ഹാഫ് മുതൽ വിവാഹകാലമാണ്. 2024 സെക്കൻഡ് ഹാഫിൽ ഒരു സെപ്റ്റംബർ മുതൽ 2025 ജൂലൈ വരെയുള്ള കാലത്തിനകം വിവാഹം നടക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. 8-ൽ ചൊവ്വയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അത് വലിയ പാപത്വം വിധിക്കാനില്ല. പാപദൃഷ്ടിയൊന്നുമില്ല എന്ന് മാത്രമല്ല ശുഭദൃഷ്ടി ഉണ്ട് താനും എന്നുള്ളത് കൊണ്ട് വലിയ പാപത്വം വിധിക്കേണ്ട കാര്യമില്ല. നല്ല വിവാഹം തന്നെ ലഭിക്കും. വിവാഹത്തിന് ശേഷം വളരെയധികം സാമ്പത്തികമായി മെച്ചപ്പെടും. അതിനുള്ളൊരു ഭാഗ്യവും കാണുന്നുണ്ട്. സന്തോഷമായിട്ടിരിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതമെടുത്ത് ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. എല്ലാ ഐശ്വര്യവും വന്നു ചേരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മറുപടി ഈ പ്രോഗ്രാമിലൂടെ തന്നെ നൽകുന്നതാണ്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം ഇവ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വാരം ഈ പ്രോഗ്രാം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മെയിൽ അയക്കാൻ മറക്കണ്ട. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വരുന്ന വാരം ഐശ്വര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.